ഹലോ മക്കൾസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു എന്താ പറയുക വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എമിക്കുട്ടിയുടെ 4th ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് ആഘോഷിച്ചു. ചെറിയ രീതിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് കളർഫുള്ളായിട്ട് ചെറിയ ബലൂണൊക്കെ തൂക്കി ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു രീതിയിലൊന്ന് ആഘോഷിച്ചു. വേറെ നല്ല ഇതൊക്കെയല്ലേ അവർക്കൊരു സന്തോഷം. ചെറിയ മക്കളുടെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരിക്കും ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ അവർക്ക് ആഘോഷിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൂത്ത ആളാണ് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ മുന്നിൽ. ആൾ വീഡിയോ എടുക്കണ മുന്നിൽ നിൽക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. ഭയങ്കര ചമ്പലാണ് ആൾക്ക്. ഞാൻ ആളറിയാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ആൾ കാണുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ എമിക്കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വീഡിയോ എടുക്കുന്ന സമയം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോപ്പറേറ്റും കാട്ടലാണ്. നിങ്ങളുടെ ഡെയിലും ഇങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ഒക്കെ മക്കൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതുവരെ അനങ്ങാണ്ട് നിന്ന ആളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിക്കുലുങ്ങി അത് കൊളാക്കും. അങ്ങനെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോഴേക്കും ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും കേക്കൊക്കെ വന്ന് അത് ഭക്ഷണം കഴിച്ചിട്ട് മുറിക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചു. ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റാൾ ഭക്ഷണം കഴിക്കേണ്ട, ആൾ വീഡിയോ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം നമ്മുടെ കഥാനായകൻ അത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ആൾ കഴിക്കുന്നത് അവിടെ ബിരിയാണി ഇരിക്കണമെങ്കിലും ആൾ കഴിക്കുന്നത് ഇവിടെ മാംഗോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൾക്ക് ഫ്രൂട്ട്സ് ഐറ്റംസിനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ആൾക്ക് 3 നേരം ഫ്രൂട്ട്സ് കൊടുത്താലും മാത്രമേ അത്. ആൾക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് കണ്ടോ. ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും വിളിക്കേണ്ട, നമ്മൾ തന്നെ നേരത്തെ എഴുന്നേൽക്കും അല്ലേ. അപ്പോൾ അതുപോലെ ആണ് ആളുടെ ബർത്ത്ഡേ എന്നൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ആൾ നേരത്തെ എഴുന്നേറ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമൊക്കെ ആൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ക്ഷമയില്ലല്ലോ, പിന്നെ കേക്ക് മുറിക്കാൻ്റെ സമയമായി. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഫോട്ടോ എടുക്കേണ്ട സമയമൊന്നുമില്ല. അപ്പോഴേക്കും അവർ കട്ടൊക്കെ ചെയ്ത് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വീഡിയോസൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു പാടമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ അവിടെ പോയിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കാറൊക്കെ. അങ്ങനെ കാണാൻ രസമാണല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതിനിടക്ക് ഭയങ്കര കരച്ചിലായി അവിടെ. അത് എന്തിനാണ് കാക്ക ഉണ്ണിയും കൂടെ എന്തോ ചെറുതായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവിടെ കരച്ചിലൊക്കെ ഉണ്ടായത്. എമിക്കുട്ടിയുടെ ബലൂൺ എന്തോ താഴേക്ക് ഇക്കാക്ക തട്ടിയിട്ട് എന്തോ ചെയ്തു കേട്ടോ. അവനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. അത് സോൾവായി. അതിനുശേഷം ഞങ്ങളവിടെ എന്താ പറയുക കുറച്ച് വീഡിയോസും ഷോർട്സും അതുപോലെ റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ എല്ലാവരോടും ബൈ.